അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു കണ്ടീഷനിലാണ് നമ്മുടെ കോളീസിൻ്റെ ടയർ ഇപ്പോൾ ഉള്ളത്. നമ്മൾ ഈ ഒരു വണ്ടി എടുക്കുന്ന സമയത്ത് നമുക്ക് ഈ വണ്ടിയുടെ കൂടെ ലഭിച്ച ടയറാണ് കേട്ടോ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോളീസിൻ്റെ സൈസ് അല്ല ഈ ടയർ വരുന്നത്, 185 ഈ ഒരു ടയർ സൈസ് എന്ന് പറയുന്നത്. പക്ഷേ കോളീസിന് വരുന്നത് 195 70 R14 അപ്പോൾ ആ ഒരു ടയർ നമ്മൾ കുറേ നാളായിട്ട് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അവസാനം നമുക്ക് ഇവിടെ ആലപ്പുഴ തന്നെ ഒരു ഷോപ്പിൽ അത് കിട്ടി. നമ്മളപ്പോൾ നമ്മുടെ വണ്ടിയുടെ ടയർ മാറാൻ പോവാണ്. ഇപ്പം നിലവിൽ നമ്മുടെ വണ്ടി ടയറിൻ്റെ കണ്ടീഷൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അതെ, ഇത് നമ്മുടെ അപ്പോളോടാണ് ടയർ കിടക്കുന്നത്. ഇപ്പോൾ നിലവിൽ കിടക്കുന്ന ടയർ അപ്പോളോടാണ്. ഈ സൈഡ് അത്യാവശ്യം നല്ല ത്രെഡ് ഉണ്ട് കേട്ടോ, കുഴപ്പമില്ല, ത്രെഡ് ഉണ്ട്. പിന്നെ നമുക്ക് വരുമ്പോഴത്തേക്കും ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും ഈ ടയറും ഇത് ജോയി റോഡ് എന്ന് പറഞ്ഞ ഏതോ ബ്രാൻഡിൻ്റെയാണ്. 185 വരുന്നത്. 185 70 R14 ടയർ വരുന്നത്. ശരിക്കും 195 70 R14 കോളീസിന് വരുന്ന ടയർ. അപ്പോൾ ഈ സൈഡിലോട്ട് വരുമ്പോഴും ഇവിടെ നമുക്ക് കാണാൻ പറ്റും അത്യാവശ്യം നല്ല ത്രെഡും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ടയർ മാറുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ടയർ ഇതല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 195 70 R14 നമ്മുടെ കോളീസിന്റെ ടയർ സൈസ് വരുന്നത്. പക്ഷെ നമ്മുടെ വണ്ടിയിൽ കിടക്കുന്നത് 185. കാരണം എന്ന് വെച്ചാൽ 195 കിട്ടാൻ പാടാണ്. അത് യോക്കോഹോമ അങ്ങനെ കുറച്ച് ബ്രാൻഡുകൾ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ആ ടയർ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മുടെ വണ്ടി തന്ന പ്രീവിയസ് ഓണർ നമുക്ക് 185 ഇട്ടാണ് തന്നത്. അപ്പോൾ ഇത് ഭയങ്കര ചെറിയ ടയറാണ്. നമ്മുടെ വണ്ടി കണ്ട പല ആൾക്കാരും നമ്മളോട് ചോദിച്ചൊരു കാര്യമാണ്, ടയർ എന്താ ചെറുതാണല്ലോ എന്ന്. കാരണം ഈ വണ്ടിയുടെ ടയർ അത്യാവശ്യം ഒരു വലിപ്പമുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ടയർ 195. എവിടെ പോയി? യെസ്, ഇത് 195 70 R14. നല്ല സോഫ്റ്റ് ടയറാണ്. പിടിക്കുമ്പോൾ പിടിച്ചു വയ്ക്കുക. ഇതുണ്ടോ, നല്ല സോഫ്റ്റ് ടയർ അല്ലേ. ഒരു ടയറിന് 6300. 1 2 3 4 ടോട്ടൽ എത്ര വരും? 20 സംതിങ് എനിക്കറിയാം. എത്ര കൃത്യമായിട്ട് പറയണം? പറഞ്ഞാൽ ഇപ്പത്തേക്ക് ഷവർ മേടിച്ചു തരും. ഉറപ്പായി. അത് സമയമില്ല. 1 2 3 4 5 തെറ്റി 25,200 25,200 റുപ്പീസ്. 195 ഇട്ടാലാണ് അപ്പോൾ കറക്റ്റ് ആ ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ വരത്തുള്ളൂ. അപ്പം ഒരെണ്ണം മാത്രം 195 കാര്യമില്ല. ഇടുമ്പോഴത്തേക്ക് അല്ല 2 ഇട്ടിട്ടും കാര്യമില്ല. മാറുമ്പം 4 നമ്മൾ മാറണം. അതുകൊണ്ടാണ് കേട്ടോ മാറുന്നത്. ഇവർ അടിച്ചിട്ടുണ്ട് കേട്ടോ, വീലൊക്കെ അടിച്ചെടുത്ത് സെറ്റപ്പ് ആക്കി തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ നമ്മളൊന്ന് കാലിപ്പറിനൊന്ന് അടിച്ചു റെഡ് അടിച്ചായിരുന്നു. നമ്മളവിടെ ഗുബൂട്ടി വെച്ച് അടിച്ചായിരുന്നു. അപ്പോൾ വെള്ളം വിറ്റ് വിടുന്നതാ AC അല്ലേ? ഓ, ഡീസൽ വണ്ടി ഉപയോഗിക്കുന്നവർ എല്ലാവരും ടെൻഷനാണ്. വണ്ടി ഇവിടെ കൊണ്ടിട്ട് എടുക്കാൻ നേരം താഴെ വല്ല ഓയിൽ വല്ല കിടപ്പുണ്ടോന്ന്. വെള്ളം കേട്ടോ, വെള്ളം വീണോണ്ടിരിക്കും അടിയിൽ നിന്ന്. ബുഷെല്ലാം വിരിഞ്ഞ് നോക്കിയാൽ ഡോറാമിൻ്റെ ബുഷൊക്കെ പോയതുണ്ടത്. ഈ OEM കിട്ടാനില്ല, അതാണ് പ്രശ്നം. നമ്മൾ ഈ ലോക്കൽ മേടിച്ചിരുമ്പോൾ ഇതാ പ്രശ്നം ഉണ്ടാകും, മൊത്തം പോയത്. നമ്മുടെ ടയർ എത്തി. മറ്റേ ടയർ വെച്ച് നമ്മൾ പിടിച്ച് നോക്കുമ്പോഴത്തേക്ക് നല്ല വ്യത്യാസമുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പുതിയ ടയർ അലോയിലോട്ട് കയറുകയാണ് സുഹൃത്തുക്കളെ. ഇതെന്താ അറിയാം. വാവ്, നല്ല സോഫ്റ്റാണ് ടയർ. എന്താ മോനെ, ഒരു ടയർ നിറച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ കൊണ്ടൊന്ന് വെച്ച് നോക്കാൻ ഞാൻ പറഞ്ഞു. എങ്ങനെ ഉണ്ടാ ലുക്ക് എന്ന് അറിയാനായിട്ടൊരു ആകാംക്ഷ എനിക്ക്. നോക്കാം. അപ്പോൾ അതെ ഒന്ന് വെച്ച് നോക്കിയേക്കാം നമുക്ക് എങ്ങനെയുണ്ട്. എൻ്റെ മോനെ വിഷയമായി. താരണോ അല്ലേ കറക്റ്റ് ആ ഒരു ഫീൽ കിട്ടണമെങ്കിൽ. പൊളി. അപ്പോൾ അതെ നമ്മുടെ പുതിയ ടയർ ഇട്ട് വണ്ടി ആദ്യമായിട്ട് പറന്നിടാൻ പോവാണ്. പക്ഷെ എൻ്റെ മോനെ വിഷയമായി കേട്ടോ. ഇപ്പോഴാണ് കോളീസ് ആയത്. നോക്കിയേ, കറക്റ്റ് ആ സൈസ് കയറിയപ്പോൾ ആ ടയർ നോക്കി വീഞ്ഞു. പണ്ട് ഇവിടെ ഗ്യാപ്പായിരുന്നു. ഇവിടെ കൈ മൊത്തം കയറ്റാൻ പറ്റുന്ന ഗ്യാപ്പായിരുന്നു. ഇപ്പോൾ നോക്കിയാൽ നല്ല പെർഫെക്റ്റ് സാധനമായി. ബാക്കിൻ്റെ വീല് ചെറുതായി, നല്ല രസമുണ്ട്. അതെ, ഇപ്പോൾ നോക്കി. ഇപ്പോൾ ഇത് കണ്ടോ, ഈ ആർച്ചിൻ്റെ അകത്ത് നിറഞ്ഞിരിക്കുക നമ്മുടെ വീല്. ഇത് നോക്കിയേ. ഇപ്പോൾ ഇവിടുത്തെ ഇനി ചിലപ്പോൾ ഒരു വള്ളി വരാൻ ചാൻസ് ഉണ്ട്. തട്ടുമെന്നൊരു പേടിയുണ്ട്. വണ്ടി പൊങ്ങിയല്ലോ. ഈ ഫ്ലാപ്പിൻ്റെ ബാക്കോട്ടാക്കിയാൽ വേറെ സീനൊന്നുമില്ല. ഇത് നിറഞ്ഞിരിക്കും ഇതിൻ്റെ അകത്ത്. പൊളിക്കും, നല്ല രസമുണ്ട് കാണാം. ഫ്രണ്ട് ഇപ്പോൾ അടിപൊളിയായി. നല്ല 195 ആയി. അത് 195 70. ഇത് 185. 1 ഇഞ്ച് കൂടെ കൂടി. എനിക്ക് ആ ഒരു ടാസ്ക് എന്ന് വെച്ചാൽ അറിയാമോ, നമ്മളിപ്പോൾ ഇത് വലിയ കാര്യത്തിൽ ചെയ്യുന്നത് വീട്ടിൽ കൊണ്ട് വണ്ടി അതോട്ട് കയറ്റാൻ പറ്റത്തില്ല. പ്രശ്നം എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് ടാസ്ക്. അതേ തട്ടുമോ തട്ടില്ല, ബോക്സ് വെച്ചിട്ടുണ്ട്, തട്ടുമോ തട്ടില്ലെന്നൊരു ടെൻഷനുണ്ട്. നമ്മുടെ ബാക്കിൽ നമ്മുടെ വീൽ അങ്ങനെ സെറ്റ് ആക്കിയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല കേട്ടോ, തട്ടത്തൊന്നുമില്ല. പറ്റയാണ് കിടക്കുന്നത്. പ്രശ്നമില്ല. കൊള്ളാം, പൊളിച്ച്. അപ്പോൾ ഇപ്പോൾ നോക്കിയാൽ ആർച്ച് നിറഞ്ഞ് അല്ലേ. ഇനിയൊരു സൈസ് തരാൻ പറ്റില്ല. കറക്റ്റ് സൈസ് കേട്ടെ 195. ഇനി നമുക്ക് ഇതിനകത്ത് അപ്സൈസ് ചെയ്യാൻ പറ്റത്തില്ല. യെസ്, അങ്ങനെ ലാസ്റ്റ് വീലും നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. അടിപൊളി.
ഓക്കെ, ബില്ല് ഓക്കെ, ശരി, താങ്ക് യു. അടിപൊളി. നേരത്തെ വിളിക്കാം. ഭയങ്കര രസം ഓടിക്കാൻ. നല്ല രസം ഓടിക്കാൻ. ഒരു RX ഒക്കെ മേടിക്കണം. അടുത്ത ലക്ഷം RX ഉണ്ടോ? ഒരു RX 135, ഒരു ചേതക്ക്. ഇതൊക്കെയാണ് ഇനി അടുത്ത ലക്ഷ്യങ്ങൾ. പക്ഷെ ലക്ഷ്യങ്ങൾ അങ്ങനെ നമ്മുടെ വണ്ടിയുടെ ടയർ അങ്ങനെ മാറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മളങ്ങനെ ഇറക്കുകയാണ് വണ്ടി. യെസ്, വണ്ടി എടുത്തപ്പോൾ തൊട്ട് ഒരു ശോകമായിരുന്നു ടയർ. അത് മാത്രമേ ഒരു ബാഡ്, അത് മാത്രമല്ല മൊത്തത്തിൽ ബാഡായിരുന്നു. ടയറും ബാഡായിരുന്നു. അങ്ങനെ നമ്മൾ ടയർ മാറി. എങ്ങനെയുണ്ട് ലുക്ക്? എവിടൊക്കെയോ ഒരയുന്ന ഒരു ഫീലുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് ദിവസം ഒന്ന് ഓടിക്കഴിയുമ്പോഴേ നമുക്ക് കറക്റ്റ് അറിയത്തുള്ളൂ. അപ്പോൾ പഴയ ടയർ നമ്മൾ കൊണ്ടുപോകാം കേട്ടോ. പഴയ ടയർ അത്യാവശ്യം ത്രെഡ് ഉണ്ട് കേട്ടോ. നല്ല ത്രെഡുള്ള ടയറാണ്. ആക്കെങ്കിലും ടയർ നമ്മുടെ പഴയത് വേണമെങ്കിൽ നല്ല ത്രെഡുള്ള ഒരെണ്ണം മാത്രമല്ല ചെറിയ പ്രശ്നം. ബാക്കിയെല്ലാം നല്ല ടയറാണ്. ആവശ്യമുണ്ടെങ്കിൽ ഇനി ഞാൻ നമ്പർ കൊടുത്തേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് സംഭവം നേരെ വീട്ടിൽ കൊണ്ടുപോകുന്നില്ല. നമ്മുടെ നവാസിക്കയുടെ വർക്ക്ഷോപ്പിലാട്ടോ വെക്കുന്നത്. എൻ്റെ പൊന്നെ, വണ്ടിയൊന്നും എടുത്ത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് അനക്കിയതേ ഉള്ളൂ കേട്ടോ. ഭയങ്കര ഡിഫറൻസ് ഓടിക്കാൻ. ഭയങ്കര ഡിഫറൻസ് എന്ന് വെച്ചാൽ ഭയങ്കര ഡിഫറൻസ്. നല്ല സ്മൂത്തായി വണ്ടി. അതെ, അതിപ്പോ നല്ല ചെളിക്ക് ടയറാവും. കുഴപ്പമില്ല, നമ്മളെ കൊണ്ടേ വാഷ് ചെയ്യും. എന്തായാലും വാഷ് ചെയ്യണം ടയർ. ടയർ പോളിഷൊക്കെ അടിക്കണം. പണ്ട് നമ്മുടെ പഴയ ടയർ ആകുമ്പോഴത്തേക്കുണ്ടല്ലോ, നമ്മൾ കുഴിയൊക്കെ ചാടുമ്പോൾ നമ്മളെടുത്തിട്ട് അങ്ങ് അടിക്കുമായിരുന്നു. പക്ഷെ ഇപ്പം അറിയുന്നില്ല എന്നാ സുഖമായി നോക്കിയത്. വണ്ടി അങ്ങ് പറക്കുക. ഒരു കുലുക്കോ ഇല്ല, സുഖം. കൊള്ളാം കേട്ടോ. ടയർ മാറിയ പോലെ അടിപൊളിയായിട്ടുണ്ട്. നമ്മള് വീട്ടിലങ്ങനെ എത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ടാസ്ക്. തട്ടോ ഇല്ലെന്ന് അറിയത്തില്ല. ഞാൻ നമുക്ക് എടുത്തു നോക്കാം. ക്യാമറ ബാക്കോട്ട് നോക്കാം. ആട്ടത്തില്ല. അങ്ങനെ നമ്മുടെ മെയിൻ ടാസ്ക് ഇങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. എന്റെ പൊന്നാണ്. ഗ്യാപ്പുണ്ട്, ഒരു 2 ഇഞ്ച് ഗ്യാപ്പുണ്ട്. ഇവരെ കണക്കെടുത്ത്. അപ്പൊ ഈ ഒരു കോളേജിന്റെ ടയർ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ മേടിച്ച നമ്പർ സ്ക്രീനോടെ കൊടുത്തേക്കാം. ആവശ്യമുള്ളവർക്കൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കിയാൽ മതി. അത്യാവശ്യം നല്ല ബഡ്ജറ്റിൽ തന്നെ കേട്ടോ അവർ തന്നത്. പൈസ കൊടുത്ത് തന്നെ മേടിച്ചത്. കൊളാപാരങ്ങളൊന്നും അല്ല, പൈസ കൊടുത്താണ് മേടിച്ചത്. ഇപ്പൊ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാൻ അവരുടെ നമ്പർ കൂടെ സ്ക്രീനിൽ കൊടുത്തേക്കാം. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ്. നമ്മുടെ കോളേജിൽ നമ്മളങ്ങനെ പുതിയ ടയർ ഇട്ടിട്ടുണ്ട്. നല്ല രസമായി. ഇനി അതുകൂടെ ഉള്ളൊരു പോരായ്മ ഉണ്ടായിരുന്നുള്ളൂ, അതും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോകൾക്കായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. ബൈ.